ഗൈസ് അപ്പം ഇന്നലെ വാഴ 2 കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സിനിമ ഗൈസ്. എന്താ പറയാ, സാധാരണ ഞാൻ ഏത് സിനിമയ്ക്ക് പോയാലും അവിടെ ഇരുന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷെ ഈ ഒരു സിനിമ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എന്നിങ്ങനെ അതിൽ നിന്ന് ശ്രദ്ധ വേറെ ഒന്നിലേക്കും പോവാതെ പിടിച്ചിരുത്തിയ ഒരു പടം. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമ. പിന്നെ നമ്മളൊക്കെ ലൈഫിൽ ഇപ്പം ഉണ്ടാവുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാവുന്നുള്ളൊരു സംഭവം. ഇപ്പോൾ ബന്ധുക്കളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരാവശ്യം വരുമ്പോൾ നമ്മൾക്ക് വീണ്ടും തിരിച്ചു വരാനോ അല്ലെങ്കിൽ ഒരു തിരിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് സ്വന്തം വീടും സ്വന്തം വീട്ടുകാരായിരിക്കും. ആ ഒരു സംഭവം എനിക്ക് ഇന്നലെ ആ ഒരു സീൻസൊക്കെ അങ്ങനെ കാണുമ്പോൾ അതായത് ഇപ്പോൾ അവിടെ ആ സിനിമ നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതും കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇമോഷണലായി പോകും. സത്യത്തിൽ ഇന്നലെ അതാണ് എനിക്കുണ്ടായത്. ഞാനും നേഹയൊക്കെ അവിടെ പൊട്ടിക്കരയാ. പക്ഷെ സാധാരണ ഗേൾസ് പൊതുവെ പെട്ടെന്ന് കാര്യം ആയിക്കോട്ടെ, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാർ വരെ കരയുന്നു.